അതിർത്തി തർക്കങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന് ഭാരതം. അതിർത്തി തർക്കങ്ങളിൽ UK-യുടെ മധ്യസ്ഥത നേപ്പാൾ തേടുന്നുവെന്ന സാഹചര്യത്തിലാണ് ഭാരതം നിലപാട് വ്യക്തമാക്കിയത്. ഭാരതവും നേപ്പാളും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഉഭയകക്ഷി വിഷയങ്ങളാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുമുണ്ട്. നേരിട്ടുള്ള ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ് വിഷയമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദർശിലേക്ക് പോകാം. ആദർശ്, ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പരിഹരിക്കാൻ ഭാരതത്തിനറിയാം. അത് പുറത്തുനിന്ന് ഒരു ബാഹ്യ ഇടപെടൽ അല്ലെങ്കിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഭാരതം തേടുന്നില്ല. അതിന് ഏത് വിഷയത്തിലാണ് എങ്കിൽ പോലും പലപ്പോഴും അമേരിക്കയുടെ നിലപാട് പോലും ഭാരതം തള്ളിക്കളയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് UK-യുടെ മധ്യസ്ഥത എന്ന ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മധ്യസ്ഥത നേപ്പാൾ തേടുന്നു എന്ന വാർത്തകൾ വരുന്നത്. ഈ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം എന്താണ് വ്യക്തമാക്കുന്നത്? രാഖി, വിദേശകാര്യ മന്ത്രാലയം ഭാരതത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം നേപ്പാളുമായിട്ടുള്ള ഈ അതിർത്തി പ്രശ്നങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളാവാം, എന്നാൽ അവിടെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും അതിർത്തി തർക്കങ്ങളിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം ഉയരുമ്പോൾ ഭാരതം സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിലും വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാനും അതിർത്തികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ അറിയാം. അതിന് മൂന്നാമതൊരു രാഷ്ട്രത്തിൻ്റെ സഹായം ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ നേപ്പാൾ പ്രധാനമന്ത്രി ബാലൻ ഷാ ഈ നേപ്പാൾ പാർലമെൻറ്റിൽ തന്നെ നേപ്പാൾ ഭാരതത്തിൻ്റെ ഭൂമി അതുമല്ലെങ്കിൽ ഭൂപ്രദേശം കയ്യേറി എന്നുള്ള ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ നേപ്പാൾ കോൺഗ്രസിൻ്റെയും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുകയും പ്രധാനമന്ത്രി നടത്തിയ ഈ ഒരു പ്രസ്താവന അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനോടെല്ലാം കരുതലോടെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. കാരണം നേപ്പാളുമായിട്ട് അതിർത്തി തർക്കം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഒരു നിലപാട് ഭാരതം സ്വീകരിക്കുന്നതും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം നേപ്പാൾ ഭാരതവുമായുള്ള ഈ ഭൂമി തർക്കത്തിൽ അതുമല്ലെങ്കിൽ ഈ അതിർത്തി തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിനായി UK-യുടെ മധ്യസ്ഥത തേടുന്നു എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടുകളോടായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവിൻ്റെ പ്രതികരണം. എന്തായാലും ഭാരതം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നേപ്പാളുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അത് അതിർത്തി പ്രശ്നങ്ങളിൽ നേപ്പാളുമായി തന്നെ ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഭാരതം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ സാധ്യമല്ല എന്നുള്ള ഒരു അസന്ദിഗ്ധമായിട്ടുള്ള നിലപാടും ഭാരതം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും അതിർത്തി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരതം സ്വീകരിക്കുന്ന നിലപാട് അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് നേപ്പാളുമായിട്ടുള്ള ഈ തർക്കത്തിലും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യ പാക് വിഷയങ്ങളിലായാലും ഈ ഒരു നിലപാട് തന്നെയാണ് ഭാരതം സ്വീകരിച്ചത്. ഇത്തരത്തിൽ മധ്യസ്ഥത വേണം എന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് അഭിപ്രായം ഉയരുമ്പോൾ അതൊക്കെ തള്ളിക്കളയുന്ന ഒരു സമീപനം തന്നെയാണ് ഭാരതം വ്യക്തമാക്കുന്നത്. എന്തായാലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി എന്ത് പ്രശ്നമായാലും പ്രത്യേകിച്ച് അതിർത്തി വിഷയങ്ങളിൽ ഭാരതം ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ തേടുന്നില്ല. ഭാരതത്തിന് മൂന്നാമനെ വേണ്ട. അത് പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ച നടത്താൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ട്, ശക്തനായ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് ഭാരതത്തെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇടപെടലിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരിക്കൽ കൂടി ഭാരതം പറഞ്ഞു വെക്കുന്നത്.